രാമായണ പുണ്യവുമായി വീണ്ടും ഒരു കർക്കിടക മാസം കൂടി വന്നെത്തി. രാമനാമ ജപങ്ങളും രാമായണ പാരായണവും നാലമ്പല ദർശനവുമായി പുണ്യമായ ദിനങ്ങളാണ് വരുന്നത്. ദശരഥ പുത്രന്മാരായ 4 പേരുടെയും ക്ഷേത്രങ്ങൾ കർക്കിടക മാസത്തിൽ സന്ദർശിക്കുന്നത് അതിശ്രേഷ്ഠമായിട്ടാണ് കരുതുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സർവ്വ ഐശ്വര്യങ്ങളും നാലമ്പല ക്ഷേത്ര ദർശനം വഴി ലഭിക്കും എന്നതാണ് വിശ്വാസം. എറണാകുളം ജില്ലയിലെ 4 അമ്പലങ്ങൾ ചരിത്ര പ്രാധാന്യവും ഐതിഹ്യങ്ങൾ നിറഞ്ഞതുമാണ്. ഇത്തവണ നാലമ്പല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർ ഈ ക്ഷേത്രങ്ങൾ തീർച്ചയായും സന്ദർശിക്കണം. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്താണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ പിറവത്തിനും രാമമംഗലത്തിനും മധ്യേയുള്ള മാമലശ്ശേരി എന്ന ഗ്രാമവും സമീപ ഗ്രാമങ്ങളും രാമായണവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളാലും പുരാവൃത്തങ്ങളാലും സമ്പന്നമാണ്. മാൻവേഷം പൂണ്ട മായാവിയായ രാവണ മാതുലൻ മാരീചൻ എന്ന രാക്ഷസനെ വധിച്ച് രാവണന്റെ സീതാഹരണാനന്തരം സീതാവിരഹിയായി വനത്തിൽ കഴിയുന്ന ശ്രീരാമദേവനാണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വട്ടശ്രീകോവിലിൽ ശിലാവിഗ്രഹത്തിൽ കിഴക്കു ദർശനമായി കുടികൊള്ളുന്നത്. രാമബാണമേറ്റ മാൻ മലർന്നു വീണ പ്രദേശം ആദ്യകാലത്ത് മാൻമലച്ചേരിയായും പിൻകാലത്ത് മാമലശ്ശേരിയായും അറിയപ്പെട്ടു. മാനിൻ്റെ മേൽഭാഗം തെറിച്ചു വീണയിടം മേമുറിയായും കീഴ്ഭാഗം തെറിച്ചു വീണയിടം കീഴ്മുറിയായും അറിയപ്പെടുന്നു. സീതാരാമന്മാരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് മാൻ അവർക്കു മുന്നിൽ കളിയാടിയ സ്ഥലം മാനാടി എന്നറിയപ്പെടുന്ന മാമലശ്ശേരിയിലെ ഒരു പാടമാണ്. വിച്ഛിന്നാഭിഷേകാനന്തരം സീതാരാമന്മാർക്ക് അയോധ്യയിൽ നഷ്ടപ്പെട്ട രാജകീയ ദാമ്പത്യ സൗഖ്യം വനവാസകാലത്ത് വനത്തിൽ വീണ്ടെടുത്ത സ്ഥലം ആദ്യകാലത്ത് ശ്രീരാമമംഗലമായും പിന്നീട് രാമമംഗലമായും അറിയപ്പെട്ടു. മൂവാറ്റുപുഴയാറിൻ്റെ മറുതീരത്ത് ശ്രീരാമൻ ദശരഥന് ബലിയിട്ട ഏഴേക്കരനാട് വെട്ടിത്തറ പ്രദേശത്തെ ശൈവ സംഗീതം ഒരു കാലത്ത് തിരുവബലി എന്നും പിൻകാലത്ത് തിരുവേലി എന്നും അറിയപ്പെട്ടു. സ്ഥലനാമ കൗതുകം ഉള്ളിലുദിപ്പിക്കുന്ന പൗരാണിക ചിത്രങ്ങൾ ഇപ്രകാരമായിരിക്കെ, പണ്ട് വനമായിരുന്ന ഇവിടെ ഒരു പശു സ്വയമേവ പാൽ ചുരത്തുന്നത് കണ്ട് തപസ്വിയായ ഒരു സിദ്ധൻ പ്രദേശമഹത്വവും ദേവസാന്നിധ്യവും തിരിച്ചറിഞ്ഞ് അന്നത്തെ രാജാവിനെ കൊണ്ട് പണി കഴിപ്പിച്ചതാണ് ഇന്നത്തെ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൽ രാവിലെ 2-ഉം വൈകിട്ട് 1-ഉമായി ആകെ 3 പൂജകളാണ് പതിവായിട്ടുള്ളത്. പ്രഭാതത്തിലെ ആദ്യത്തെ അമന്ത്രാഭിഷേകം ക്ഷേത്രക്കടവിൽ കുളിച്ചു വരുമ്പോൾ തന്നെ ഒരു കുടം വെള്ളം മേൽശാന്തി കൊണ്ടുവന്ന് അതുകൊണ്ടാണ് നിർവഹിക്കുന്നത്. പാലഭിഷേകം, പാൽപായസം, ചതുശതം, 12 നമസ്കാരം, ഉഷപായസം മുതലായവ ശ്രീരാമസ്വാമിയുടെ ഇഷ്ടവഴിപാടുകളാണ്. ക്ഷേത്രത്തിൽ മീനൂട്ട് നടത്തി വരുന്നുണ്ട്. ക്ഷേത്രമതിലിനു വെളിയിൽ വടക്കുഭാഗത്ത് വടക്ക് ദർശനമായി നദീമുഖമായി ഭദ്രകാളിയും ഭദ്രകാളിക്ക് കിഴക്ക് ഭാഗത്തായി പടിഞ്ഞാറ് ദർശനമായി ദുർഗയും കണ്ണാടി വിഗ്രഹത്തിൽ കുടികൊള്ളുന്നു. ഭദ്രകാളിക്ക് ഗുരുതിയും കടും പായസവും ദുർഗയ്ക്ക് നെയ്പായസവും നടത്തിവരുന്നു. ക്ഷേത്ര മതിലിന് വെളിയിൽ തെക്കു പടിഞ്ഞാറു ഭാഗത്ത് കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന സർപ്പസാന്നിധ്യങ്ങൾക്ക് വാർഷികമായി നിവേദ്യം പതിവുണ്ട്. 2005 മെയിൽ നടന്ന നവീകരണ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇടവമാസത്തിലെ ഉത്രം നാൾ പ്രതിഷ്ഠാവാർഷികമായി ആചരിച്ചു വരുന്നുണ്ട്. ജ്യേഷ്ഠനായ രാമന്റെ വനവാസ വാർത്തയറിഞ്ഞ് ദുഃഖിതരായ ഭരതശത്രുഘ്നന്മാർ അദ്ദേഹത്തെ തിരികെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി സൈന്യസമേതം കാട്ടിലേക്ക് പുറപ്പെട്ടു. വനമധ്യേ ഭരതശത്രുഘ്നന്മാരുടെ സൈന്യവും കൂട്ടം തെറ്റിപ്പോയി. ഭരതസ്വാമി ഒറ്റപ്പെട്ടുപോയ സ്ഥാനം മേമുറി ഭരതപ്പിള്ളി ശ്രീ ഭരതസ്വാമി ക്ഷേത്രമായി തീർന്നു. രാജകീയ പ്രൗഢിയോടെ പടിഞ്ഞാറ് ദർശനമായി ശ്രീ ഭരതസ്വാമി മാമലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും 5 കിലോമീറ്റർ ദൂരത്തിൽ വടക്കുകിഴക്കു ഭാഗത്തായിട്ടാണ് കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിൽ അകപ്രദക്ഷിണ വട്ടത്തിൽ ഗണപതിക്കൂട്ടിൽ ഗണപതി, ശിവൻ, ഹനുമാൻ മുതലായ ദേവന്മാരുടെ പ്രതിഷ്ഠയും വടക്കേ ചുറ്റിൽ
കിഴക്ക് ഭാഗത്തായി ലക്ഷ്മണസ്വാമിയും കുടികൊള്ളുന്നു. മതിലകത്ത് പടിഞ്ഞാറു ഭാഗത്തായി ഭഗവതി, അയ്യപ്പൻ മുതലായ ദേവതകളുടെയും പ്രതിഷ്ഠയും മീനം രാശി 10-ലായി സർപ്പസാന്നിധ്യവുമുണ്ട്. രാവിലെയും വൈകിട്ടുമായി ക്ഷേത്രത്തിൽ 3 പൂജകളാണ് നടക്കുന്നത്. പാൽപ്പായസം, നെയ്വിളക്ക്, കദളിപ്പഴ നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ ഇവിടെ പ്രധാനമാണ്. ശ്രീരാമസ്വാമിയുടെ ഉത്സവകാലത്ത് ഇവിടെയും ഉത്സവമാണ്. നാലമ്പല വഴിയിലെ 3-ാമത്തെ ക്ഷേത്രമാണിത്. രാമൻ്റെ സന്തത സഹചാരിയായ സൗമിത്രി തിരുമൂഴിക്കുളത്തുനിന്നും ശീവേലി ബിംബത്തിൽ എഴുന്നള്ളി ശീലകം പൂണ്ട തീർത്ഥസ്ഥാനമാണ് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ലക്ഷ്മണ പെരുമാളിൻ്റെ ശീവേലി ബിംബം ഉപാസകനായിരുന്ന കരിമലക്കോട്ട് മൂസദിൻ്റെ ഗൃഹത്തിലാണ് അന്ന് ഇറക്കി എഴുന്നള്ളിക്കുകയുണ്ടായത്. മൂസദിൻ്റെ ഗൃഹം ക്ഷേത്രത്തിലെ ഇന്നത്തെ കൊട്ടാരമാണ്. കാലക്രമത്തിൽ ലക്ഷ്മണസ്വാമിയുടെ സങ്കേതം ഇന്ന് കാണുന്ന രൂപത്തിൽ പ്രൗഢക്ഷേത്രമായി തീർന്നു. പടിഞ്ഞാറ് ദർശനമായി ചതുരശ്രീ കോവിലിൽ കുടികൊള്ളുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് ഇടതുവശത്ത് അകപ്രദക്ഷിണ വട്ടത്തിൽ ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ എന്നീ ദേവതകൾ കുടികൊള്ളുന്നു. പുറത്തെ പ്രദക്ഷിണ വഴിക്ക് പുറത്തായി തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ശിവപാർവതിമാരും അവരുടെ രൗദ്രഭാവത്തെ ശമിപ്പിക്കത്തക്ക വിധം തെക്കുകുഴിക്ക് ഭാഗത്ത് അവർക്ക് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനമായി ശാസ്താവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശിവപാർവതിമാർക്ക് പിന്നിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ഭദ്രകാളിയുടെ സാന്നിധ്യവും അതിന് വലതുഭാഗത്തായി സർപ്പസാന്നിധ്യവുമുണ്ട്. കൊടിയേറി 8-ാം ദിവസം ആറാട്ട് എന്ന കണക്കിന് മേടത്തിലെ രോഹിണി നക്ഷത്രം ആറാട്ട് പ്രധാനമായിട്ടാണ് ക്ഷേത്രത്തിലെ ഉത്സവം. സമീപത്തെ മൂവാറ്റുപുഴയാറിലാണ് ആറാട്ട്. പാൽപ്പായസം, രോഹിണി വാരം, ഊട്ടിനോടനുബന്ധമായി പിഴിഞ്ഞുപായസം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. നാലമ്പല വഴിയിലെ 4-ാമത്തെ ക്ഷേത്രമാണിത്. ജ്യേഷ്ഠനായ രാമനെ വനത്തിൽ നിന്നും അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനായി ഭരതനും അയോധ്യ സൈന്യവുമൊത്ത് കാട്ടിലെത്തിയ ശേഷം വനമധ്യേ കൂട്ടം തെറ്റിപ്പോയ ശത്രുഘ്നസ്വാമി ഒരു കാട്ടിൽ അകപ്പെട്ടു. അദ്ദേഹത്തെ അവിടുത്തുകാർ നെടുംകാട്ട് തേവർ അഥവാ നെടുങ്ങാട്ട് തേവറായി പൂജിച്ചു വന്നു. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മാമലശ്ശേരിയിൽ നെടുങ്ങാട്ടുപറമ്പിൽ നിന്നും നെടുങ്ങോട്ട് തേവരുടെ ഉടമസ്ഥ കുടുംബക്കാരായ നഗരക്കാട്ടുമനക്കാർ പ്രസ്തുത ക്ഷേത്രം പൊളിച്ച് അവരുടെ തന്നെ ഗൃഹത്തിന് സമീപത്ത് ഉടമസ്ഥതയിലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ശ്രീകോവിൽ പണിത് കുടിയിരുത്താമെന്ന് പ്രതീക്ഷയിൽ ശ്രീകൃഷ്ണസ്വാമിയുടെ തിടപ്പള്ളിയിൽ കൊണ്ടുവച്ച് പൂജിക്കാൻ തുടങ്ങി. നെടുങ്ങോട്ട് തേവർക്ക് ശ്രീകൃഷ്ണ സങ്കേതത്തിൽ തറ പണിതെങ്കിലും തുടർന്നുള്ള പണികൾ മുന്നോട്ടു പോയില്ല. തേവരുടെ പൂർവ്വ ഉടമസ്ഥരായ നെടുങ്ങാട്ടുപറമ്പിൻ്റെ പരിസരവാസികൾക്ക് പല ബുദ്ധിമുട്ടുകളും വന്നു ചേർന്നു. 2009 അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ നെടുങ്ങാട്ടു തേവരെ പൂർവ്വസ്ഥാനത്തു തന്നെ ക്ഷേത്രം പണിത് കുടിയിരുത്താൻ വിധിയുണ്ടായി. അതുപ്രകാരം നെടുങ്ങോട്ട് തേവരായ ശത്രുഘ്നസ്വാമിയെയും ഒപ്പം വെണ്ണക്കണ്ണൻ, ശിവൻ എന്നീ ദേവതകളെയും മാമലശ്ശേരി കാവുങ്കട കവലയ്ക്ക് 300 മീറ്റർ സമീപത്തായുള്ള പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവന്ന് ബാലാലയത്തിൽ കുടിയിരുത്തിയിരിക്കുകയാണ്. മാസം തോറും തിരുവോണം പിറന്നാളിന് ഗണപതി ഹോമം, ഭഗവത് സേവ, മൃത്യുഞ്ജയ ഹോമം, നെടുങ്ങാട്ട് തേവർക്കും ഇതര ദേവതാ സാന്നിധ്യങ്ങളിലും പൂജ എന്നിവ നടക്കുന്നു. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും നട തുറന്ന് പൂജയുണ്ടാകും. കരിക്കഭിഷേകം, തുളസിമാല, നെയ്വിളക്ക്, പാൽപ്പായസം, പാലഭിഷേകം മുതലായവയാണ് തേവരുടെ ഇഷ്ടവഴിപാട്.